വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഹാഫ് kg റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് കേക്കാണ്. ഹാഫ് kg ഒരു ഓർഡർ ഉണ്ടായിരുന്നേ, അതിന് വേണ്ടിയാണ് ഞാനൊരു സ്പഞ്ച് കേക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ അത് ഐസിങ് ചെയ്യും. അപ്പം ഞാൻ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് എടുക്കുന്നത്. പാർട്ട് 1ലാണ് നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ സ്പഞ്ച് കേക്ക് ഉണ്ടാക്കുന്നത്. അതിന് ഹാഫ് kgക്ക് 5 ഇഞ്ച് ടിന്നാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ ബട്ടർ പേപ്പർ പ്ലേസ് ചെയ്യാൻ വേണ്ടി ആ ഒരു സൈസിൽ നമ്മൾ പേന കൊണ്ട് മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് വെക്കും. ഞാനാണെങ്കിൽ അതിനകത്ത് ഓയിലോ അങ്ങനെയുള്ള ഒന്നും ഒഴിക്കത്തില്ല കേട്ടോ, അല്ലാതെ തന്നെ അത് നല്ലതുപോലെ ഇളകി വരും, യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ അതിനാവശ്യമായ ഹാഫ് kg ആണ്, അതിനാവശ്യമായ ഹാഫ് കപ്പ് മൈദയാണ്. അത് സ്പൂണിലാണ് കോരി എടുക്കേണ്ടത്, അതിനകത്തുനിന്ന് കുത്തി എടുക്കരുത്. അതിൻ്റെ കാരണം അതിൻ്റെ എമൗണ്ട് കുറയും, അതിൻ്റെ ഉള്ളിലോട്ടൊന്നും മൈദ വരത്തില്ല, പുറമേ മാത്രം ഇങ്ങനെ പൊന്തി നിൽക്കും. അതിനാണ് സ്പൂൺ കൊണ്ട് കോരി എടുക്കണമെന്ന് പറയുന്നത്. പിന്നെ ഹാഫ് kgക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുക. ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. പിന്നെ സോൾട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ, ശകലം ഒരു 1/4 ടീസ്പൂണിൻ്റെ കുറച്ച്, അതിലും പകുതി ഇട്ട് സോൾട്ടും കൂടെ ഇട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്യണം. അതിൽ മൂന്നും നല്ലതുപോലെ മിക്സ് ആകണം. മിക്സ് ആയില്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ, ബേക്കിംഗ് പൗഡർ എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കും, മൈദ ആയിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല, പൊങ്ങി വരത്തുമില്ല കേക്ക്. പിന്നെ നമുക്ക് ഷുഗർ വേണം. അത് 1/4 കപ്പ് ഷുഗർ പ്ലസ് 2 ടേബിൾ സ്പൂൺ ഷുഗർ. 1/4 കപ്പും 2 ടേബിൾ സ്പൂണും ഷുഗറുമാണ് നമ്മൾ ഹാഫ് kgക്ക് എടുക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ ഫൈനായിട്ട് പൊടിച്ചെടുത്തു. ഫൈനായിട്ട് പൊടിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ എഗ്ഗുമായിട്ട് ഇത് ബീറ്റ് ചെയ്യണമല്ലോ ഷുഗർ, അപ്പോൾ അത് ഒത്തിരി ടൈം വേണ്ടി വരും അത് കലങ്ങണമെന്നുണ്ടെങ്കിൽ. അതാണ് ഫൈനായിട്ട് പൊടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ 2 എഗ്ഗാണ് നമുക്ക് ഹാഫ് kgക്ക് വേണ്ടത്. എന്നാൽ വലിയ മുട്ടയാണ് കേട്ടോ, നല്ലതല്ലേ, വലിയ മുട്ടയാണ് നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയത്. അത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഗ്ഗ് വൈറ്റും എഗ്ഗ് യോക്കും അത് ഒരുമിച്ച് നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ എഗ്ഗിൻ്റെ സ്മെല്ല് നമുക്ക് ആ ഒരു സ്മെല്ലുണ്ടല്ലോ, കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ആ കേക്ക് നമ്മൾ കഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ല് നമുക്കത് ടേസ്റ്റായിട്ട് വരും. അതാണ് ഈ രണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്കങ്ങനെ ഉണ്ടാകത്തില്ല കേട്ടോ, അങ്ങനെ ഒരു സ്മെല്ല് നല്ല കേക്കായിട്ട് വരും. പിന്നെ ആ എഗ്ഗ് വൈറ്റ് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യുന്നു. ആദ്യം ഫസ്റ്റ് സ്പീഡ് കൊണ്ട് ബീറ്റ് ചെയ്യുക, പിന്നെ അത് നല്ലപോലെ പതഞ്ഞ് വരുമ്പം ഓരോരോ അടുത്ത സ്പീഡ് ഇടുക, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ 5th സ്പീഡ് വരെ ഇട്ട് ലാസ്റ്റ് വരെ ഇടുമ്പോഴത്തേക്ക് നല്ല ഫ്ലഫി ആയിട്ട് വരും കണ്ടോ, നല്ല ഫ്ലഫി ആയിട്ട് വന്നിരിക്കുന്നത് കണ്ടോ. അങ്ങനെ വരണം. കേക്കിൻ്റെ ഒരു ടിപ്സാണ് ഇതുപോലെ പൊന്തി വരണം നമ്മൾ ആ എഗ്ഗ് വൈറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പം. അപ്പോൾ നല്ല പെർഫെക്റ്റ് കേക്കായിട്ട് വരും, ഒരു ഫ്ലോപ്പും ആകത്തില്ല കേക്ക്. പിന്നെ ഷുഗറും ആഡ് ചെയ്യണേ. ഷുഗർ നേരത്തെ അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഷുഗറും ഓരോ സ്പൂണിട്ട് അതും മിക്സ് ചെയ്യണം, എഗ്ഗ് വൈറ്റും ഷുഗറുമായിട്ട്. അതിന് ശേഷമാണ് എഗ്ഗ് യോക്ക് ഓരോ മുട്ടയായിട്ടിട്ടാണ് നമ്മൾ ബീറ്റ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് സ്പീഡ് മതി, സ്പീഡ് കൂട്ടേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. എഗ്ഗ് യോക്ക് ചേർത്തതിന് ശേഷം സ്പീഡിൻ്റെ ആവശ്യമില്ല. അത് നല്ലപോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത പിന്നെ അടുത്തത് അത് നല്ലപോലെ സ്പാച്ചില ഉപയോഗിച്ച് നല്ലപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം. കാരണം താഴെയൊക്കെ മിക്സ് ചെയ്യാതെ പാർട്ടൊക്കെ കാണും,
അത് ബീറ്റർ കൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ താഴെ ഭാഗമൊക്കെ ആ ബ്ലേഡ് പോയിട്ടുണ്ടോ, നല്ലതുപോലെ ബ്ലേഡ് പോയിട്ടുണ്ടോ നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നത് സ്പാച്ചില ഉപയോഗിച്ച്. അപ്പോൾ എല്ലാം നല്ലൊരു മിക്സിങ് ആവും. പിന്നെ 1/2 kgക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിക്കുന്നത്. അതും ഇതുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എല്ലാം മിക്സ് ചെയ്യുമ്പോൾ സ്ലോലി ആയിരിക്കണം, നല്ല സ്ലോ ആയിട്ട് വേണം നമുക്ക് ചെയ്യേണ്ടത്. ഒത്തിരി സ്പീഡ് ചെയ്യരുത് കേട്ടോ. പിന്നെ മൈദ കുറേശ്ശെ സ്പൂണിലെടുത്ത് കുറച്ചിട്ട് ഇങ്ങനെ ചെതറി ഇടണം കേട്ടോ. ഒരുമിച്ച് ഒരു പാർട്ടായിട്ട് അങ്ങോട്ട് ഇടരുത്. കാരണം എന്ന് വെച്ചാൽ ഈ ഫ്ലഫി നമ്മുടെ നഷ്ടപ്പെട്ടു പോകരുത്. ഒരുമിച്ച് ഇടുമ്പോൾ അതിൻ്റെ വെയിറ്റ് കാരണം അതങ്ങ് ആ ഫ്ലഫ്നെസ്സൊക്കെ ചിലപ്പം പോയെന്നിരിക്കും. അപ്പം പിന്നെ പകുതി മൈദ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത്. അത് മിക്സ് ചെയ്തതിന് ശേഷം ബാലൻസ് വെച്ചിരുന്ന ആ മൈദയില്ലേ, അത് പിന്നീട് ഇതുമായിട്ട് ചേർക്കണം. അതും കുറച്ചിട്ട് ഒരുമിച്ചിടരുത്, ചെതറിയേ ഇടാവുള്ളൂ. പിന്നെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ചെതറി ഇടണമെന്ന് വിചാരിക്കും, പിന്നെ എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും. റെഡ് വെൽവെറ്റിന് നമ്മൾ ബേക്കർ ക്രാഫ്റ്റിൻ്റെ പ്രീമിയം സൂപ്പർ റെഡ് ജെൽ ഫുഡ് കളറാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു ഡ്രോപ്സോ അല്ലെങ്കിൽ 2 ഡ്രോപ്സോ ഇട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് അത് പിന്നെ നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ആ 5 ഇഞ്ച് ടിന്നിനകത്തോട്ട് ഈ ബാറ്റർ ഒഴിക്കണം. കാണാൻ നല്ല രസമല്ലേ? അത് ഒഴിച്ച് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഓവന് ഒന്ന് ഓൺ ചെയ്തിട്ടേക്കണം കേട്ടോ. 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം ഈ ബാറ്റർ അതിനകത്തോട്ട് വെക്കേണ്ടത്. അപ്പോൾ മാവെല്ലാം മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ഓൺ ചെയ്തിടുമ്പോൾ അത് 10 മിനിറ്റ്സ് ആവും ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പം. പിന്നെ നമ്മൾ അതുകൊണ്ടൊന്ന് ലെവൽ ചെയ്യണേ. പിന്നെ ടാപ്പ് ചെയ്യണം. അതിൻ്റെ അകത്തെ എയർ ബബിൾസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതങ്ങ് പോവും. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ കേക്ക് ബേക്കായി കഴിയുമ്പോൾ അത് മുറിക്കുമ്പോൾ അതിനകത്ത് ഹോൾസ് ആയിട്ട് വരും. പിന്നെ അത് ഓവനകത്തോട്ട് വെച്ചു. 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് മതി കേട്ടോ. കണ്ടോ, പൊന്തി വന്നത് കണ്ടോ? ഇതാണ് നമ്മുടെ റെഡ് വെൽവെറ്റ് സ്പഞ്ച് കേക്ക്. എന്ത് രസമാണ് കാണാൻ അല്ലേ? താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ.